ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ 49ാമത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് വിഴിഞ്ഞത്ത് കടലിൽ ഒരു ദിനം പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി ആന്റി പൈറസി ആൻഡ് ബോർഡിംഗ്, ഡോർണിയർ വിമാനത്തിന്റെ പരിശീലന പറക്കൽ, വെടിവയ്പ് തുടങ്ങിയ കോസ്റ്റ് ഗാർഡിന്റെ പ്രവർത്തനങ്ങൾ പ്രദർശിപ്പിച്ചു. കോസ്റ്റ് ഗാർഡിന്റെ CGS അനഖ് ഉൾപ്പെടെ 6 കപ്പലുകളാണ് ഡേ അറ്റ് സീ പരിപാടിയിൽ പങ്കെടുത്തത്. തീരത്തു നിന്നും 10 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു പ്രദർശനം. തിരുവനന്തപുരം ശ്രീചിത്ര ഹോമിലെ 5 മുതൽ 7 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം, മാനസിക പിന്തുണ, ജീവിത നൈപുണ്യം, പരിശീലനം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനായുള്ള സന്നദ്ധ സേവന സംരംഭമായ പ്രോജക്റ്റ് കെയർ പദ്ധതിയുമായി ക്വസ്റ്റ് ഗ്ലോബൽ. പദ്ധതിയുടെ ഉദ്ഘാടനം പഴവങ്ങാടി ശ്രീചിത്ര ഹോമിൽ നടന്നു. കനൽ ഇന്നൊവേഷൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ്, തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം എന്നിവയുമായി സഹകരിച്ചാണ് ക്വസ്റ്റ് ഗ്ലോബൽ ഈ പദ്ധതി നടപ്പാക്കുന്നത്. സംസ്ഥാന ജവഹർ ബാലഭവനിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുന്ന അവധിക്കാല ക്ലാസുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ചിത്രരചന, നൃത്തം, സംഗീതം, അബാക്കസ്, കളരി, കരാട്ടെ, യോഗ, എയ്റോ മോഡലിംഗ് തുടങ്ങി 29 വിഷയങ്ങളാണ് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചിലങ്ക ശാസ്ത്രീയ നൃത്തോത്സവത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ യുവ നർത്തകർക്ക് വേദിയൊരുക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. ഈ മാസം 12-ന് ആരംഭിച്ച നൃത്തോത്സവം 18 വരെ നീണ്ടുനിൽക്കും. വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിലാണ് നൃത്തോത്സവം അരങ്ങേറുന്നത്. മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി, സത്രിയ, ഒഡീസി എന്നീ ഇനങ്ങളിലായി 25 നർത്തകരാണ് പങ്കെടുക്കുന്നത്. നെഹ്റു യുവകേന്ദ്ര സംഘാതൻ കേരള സോണിന്റെ നേതൃത്വത്തിൽ പട്ടികവർഗ യുവജന സമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി കളരിപ്പയറ്റ് പ്രദർശനം നടന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള യുവജനക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷനാണ് പ്രദർശന കളരിപ്പയറ്റ് നടത്തിയത്. എനർജി ഫെസ്റ്റിവൽ ഓഫ് കേരളയ്ക്ക് തുടക്കം കുറിച്ച് തൈക്കാട് പോലീസ് മൈതാനിയിൽ ഹരിതകർമ്മസേന അംഗങ്ങൾക്കായി മെഗാ LED ബൾബ് റിപ്പയറിംഗ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. നവകേരളം കർമ്മപദ്ധതി കോർഡിനേറ്റർ TN സീമ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിവിധ ജില്ലകളിൽ നിന്നായി 700ഓളം ഹരിതകർമ്മസേന അംഗങ്ങൾ പരിപാടിയുടെ ഭാഗമായി. എനർജി മാനേജ്മെന്റ് സെന്റർ റിസോഴ്സ് പേഴ്സൺ സാബിർ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി. ഹൃദയാഘാതം കൊണ്ടുള്ള മരണനിരക്ക് കുറയ്ക്കുന്നതിനു വേണ്ടിയുള്ള അവബോധം സൃഷ്ടിക്കുന്നതിനു വേണ്ടി IMAയുടെ നേതൃത്വത്തിൽ പരിശീലന പരിപാടി തിരുവനന്തപുരത്ത് നടന്നു. സംസ്ഥാനതലത്തിൽ ആനേറ IMA ആസ്ഥാനത്ത് നടന്ന പരിശീലന പരിപാടി മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി റെസിഡൻസ് അസോസിയേഷനുകളുടെ സംസ്ഥാന ജില്ലാതല ചുമതലക്കാരെ പങ്കെടുപ്പിച്ച തിരുവനന്തപുരത്ത് ശില്പശാല സംഘടിപ്പിച്ചു. ഹരിതകേരളം മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ശില്പശാല നവകേരളം കർമ്മപദ്ധതി സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ TN സീമ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് അവലോകന യോഗം നടന്നു. പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് 30 വാർഡുകൾ ഉത്സവ മേഖലയായി പ്രഖ്യാപിച്ചു. പൊങ്കാല ദിവസമായ മാർച്ച് 13-ന് ജില്ലയ്ക്ക് അവധി നൽകിയിട്ടുണ്ട്. കോർപ്പറേഷൻ പരിധിയിലും വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിലെ വെള്ളാർ വാർഡിലും പൊങ്കാലയുടെ തലേ ദിവസം വൈകുന്നേരം 6 മണി മുതൽ പൊങ്കാല ദിവസം വൈകുന്നേരം 6 മണി വരെ മദ്യനിരോധനം ഏർപ്പെടുത്തും. സബ് കളക്ടർ ആൽഫ്രഡ് OV പൊങ്കാലയുടെ നോഡൽ ഓഫീസർ. RCCയിൽ സൗജന്യ ഗർഭാശയകള സ്തനാർബുദ നിർണയ പരിശോധന ഈ മാസം 4-ന് ആരംഭിച്ചു. അടുത്ത മാസം 8 വരെ തുടരും. സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ആരോഗ്യമാനന്ദം അകറ്റാം അർബുദം ജനകീയ പ്രചാരണ പരിപാടിയുടെ ഭാഗമായാണ് പരിശോധന നടത്തുന്നത്. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് പരിശോധനാ സമയം. ജില്ലാ വൃത്താന്തം സമാപിച്ചു.